ഈ ഒരു ഷർട്ടിൽ നമുക്ക് ചെമ്പരത്തി വരച്ചെടുത്താലോ? ഓണം തുടങ്ങാറായപ്പോ എവിടെ നോക്കിയാലും ഹാൻഡ് പെയിന്റിങ് സാരീസും ഷർട്ടുമാണ്. അപ്പൊ നമ്മുടെ വക ഒരു ഹാൻഡ് പെയിന്റിങ് ഷർട്ടായാലോ? അപ്പൊ നമ്മൾ ബേസ് ആയിട്ട് ഒരു വൈറ്റ് കൊടുക്കുക, അപ്പൊ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. കാര്യം ചെമ്പരത്തിയൊക്കെ വരയ്ക്കാമെന്ന് പറഞ്ഞാൽ തുടങ്ങിയെങ്കിലും വരച്ചു വന്നപ്പോ ഇത് ചെമ്പരത്തി തന്നെയാണോ എന്ന് എനിക്കും ഒരു ഡൗട്ടൊക്കെ തോന്നി കേട്ടോ. കാര്യം എന്താണെന്നല്ലേ, ചെമ്പരത്തി പോലെ നടുക്കുള്ള ആ മഞ്ഞ കളറിലെ സുനാപ്പിയില്ലേ, ഞാൻ വരച്ചു വന്നപ്പോൾ അത് വേറെ ഏതോ ഒരു പൂവായി. ഇനി നമുക്ക് ഇങ്ങനത്തെ സുനാപ്പിയുള്ള വേറൊരു പൂവായിട്ട് ഇതിനെ കൂട്ടാം അല്ലേ? അപ്പൊ ആദ്യം വരച്ച പൂവ് കുളവായി. അപ്പൊ അടുത്ത പൂവെങ്കിലും ശരിയാക്കണം എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നെഞ്ചത്തുള്ള പൂക്കൾ വരയ്ക്കാൻ തുടങ്ങി ഗൈസ്. ആദ്യം തന്നെ ഇലയൊക്കെ വരച്ച് സെറ്റാക്കി ഒരു വിധത്തിൽ എടുത്തു. അപ്പൊ അടുത്ത ചെമ്പരത്തിപ്പൂവെങ്കിലും ശരിയാക്കാൻ പറ്റുമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ വീണ്ടും ചെമ്പരത്തിപ്പൂവൊക്കെ വരച്ച് ഒന്ന് സെറ്റാക്കി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളിയൊക്കെ ആയെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ നമ്മൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലാത്തത് കൊണ്ട് ഒരു വിധത്തിലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓണത്തുമ്പില്ലാണ്ട് എന്തോ ഓണം, അതുകൊണ്ട് 2 തുമ്പിയും കൂടി സൈഡിൽ വരച്ചെടുക്കാം എന്നൊക്കെ കരുതി എന്തൊക്കെയോ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. അപ്പൊ ഈ ഷർട്ട് എനിക്ക് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഫോളോവറിന് കൊടുക്കാന്ന് കരുതി. അപ്പൊ ഈ ഷർട്ട് വേണമെന്നുള്ളവർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഇത് ട്രൈ ചെയ്യണമെന്ന് കമന്റ് ചെയ്യട്ടോ. ബൈ.